നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് പനീർ കുറുമ. പനീർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്നെപ്പോലെ പനീർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ വീഡിയോ കാണണം, ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകും, ഉറപ്പാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓയിൽ ചൂടാകുമ്പം അതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ 10 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതേപോലെ 10 വറ്റൽമുളകും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. തക്കാളിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അരക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. കാഷ്യൂനട്ടാണ്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ, അതായത് ഒരു 15-20ഓളം കാഷ്യൂനട്ട് കൂടെ ചേർത്തിട്ടാണ് അരക്കേണ്ടത്. ചുവന്നുള്ളിയും തക്കാളിയൊക്കെ അവിടെ നിന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. സവാള വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഓയിലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 പൊടികൾ മാത്രമേ ചേർക്കാനുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയും മല്ലിപ്പൊടിയും രണ്ടും കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചൂടാറിയ ശേഷം ചുവന്നുള്ളിയും തക്കാളിയും ഒക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 കപ്പിന് മുകളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച ഉടൻ തന്നെ പനീർ ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് പനീറാണ്, പുറത്തുനിന്ന് മേടിച്ചതല്ല, ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. 16ഓളം ക്യൂബ്സ് ഉണ്ട്, പനീർ ക്യൂബ്സ് ഉണ്ട്. അത് നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കുറുമ റെഡിയായി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നോക്കണം, ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ പനീർ കുറുമ റെഡിയായിട്ടുണ്ട്. അപ്പോൾ പനീർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെയും കൂടുതൽ പനീർ വിഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്